നമസ്കാരം. കണ്ടുപരിചയം പോലുമില്ലാത്ത മുഖമായിരുന്നു അത്. നിറയെ യാത്രക്കാരുടെ ബസ്സിൽ കുഴങ്ങി വീണ ആ മനുഷ്യനെ താങ്ങി ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് അവൻ പാഞ്ഞു. ജീവന്റെ വില അതുമാത്രമായിരുന്നു മുഹമ്മദ് അസ്ലം എന്ന 22-കാരന്റെ മനസ്സിൽ. ഫെബ്രുവരി 25 ഉത്രാളിപ്പൂരം ദിവസമാണ് ആ സംഭവം നടന്നത്. പൂരത്തിന് പോകാൻ അസ്ലം ഉച്ചയ്ക്ക് കോളേജിൽ നിന്നിറങ്ങി. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് തിരുവല്ലാമല ബസ്സിൽ കയറി അല്പനേരം കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന യാത്രക്കാരന്റെ കണ്ണട മുഖത്ത് നിന്ന് വീണു. ഉറങ്ങുകയാണെന്ന് തോന്നി. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ എത്തിയപ്പോഴും പ്രതികരണമില്ല. അസ്ലം സംശയം കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ വിയൂർ പാലത്തിന് സമീപം ബസ് നിർത്തി. 3-4 പേർ ചേർന്ന് ബസ്സിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി ഓട്ടോയിൽ കയറ്റി. ഓട്ടോയിൽ അവരാരും കയറിയില്ല. അസ്ലം ഒറ്റയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അസ്ലമിന്റെ ഇടപെടൽ ഉണ്ടായിട്ടും നന്ദിപുലം കുഞ്ചനച്ചിറ മണ്ഡലത്തിൽ നാരായണന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി മാരാത്തുകുന്നിലെ നടത്തറ വീട്ടിൽ ഷാഹിറ ഷെരീഫ് ദമ്പതിമാരുടെ 2ാമത്തെ മകൻ മുഹമ്മദ് അസ്ലമിന്റെ മനസ്സ് വീട്ടുകാർക്ക് മാത്രമല്ല മാരാത്തുകുന്ന് എന്ന നാടിനും അഭിമാനമായി. ഡിവൈഎഫ്ഐയുടെ മാരാത്തുകുന്ന് യൂണിറ്റ് സെക്രട്ടറി ആയ അസ്ലം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഫുഡ് ടെക്നോളജി 2ാം വർഷ വിദ്യാർത്ഥിയാണ്. നാരായണന്റെ ബാഗ് അസ്ലം ആശുപത്രി അധികൃതർക്ക് കൈമാറിയിരുന്നു. ബാഗിൽ പണവും ATM കാർഡുകളും മറ്റ് പ്രധാന രേഖകളും വിലാസവും ഫോൺ നമ്പറുകളും ഉണ്ടായിരുന്നു. ആശുപത്രി അധികൃതർ പോലീസ് സ്റ്റേഷൻ വഴി നമ്പറുകളിൽ ബന്ധപ്പെട്ടു. തൃശൂരിലെ ബാങ്ക് ഉദ്യോഗസ്ഥനായ ബന്ധു ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് അസ്ലം പേരും ഫോൺ നമ്പറും നൽകി മടങ്ങിയത്. നാരായണന്റെ അമ്മാവന്റെ മകനും INTUC ജില്ലാ വൈസ് സെക്രട്ടറിയുമായ KN നാരായണനും കുടുംബാംഗങ്ങളായ K നിർമ്മൽകുമാർ, M ജയകൃഷ്ണൻ, KP നന്ദകുമാർ എന്നിവരും ഞായറാഴ്ച അസ്ലമിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. തികച്ചും അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഈ 22-കാരൻ ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് സ്വന്തം അമ്മയും സഹോദരനെയും ഉൾപ്പെടെ കൊന്നുതള്ളാൻ അറപ്പില്ലാത്ത, സഹപാഠികളെ ക്രൂരമായി ആക്രമിച്ചു കൊല്ലാൻ മടിയില്ലാത്ത ചെറുപ്പക്കാർ ഉള്ളപ്പോൾ മുഹമ്മദ് അസ്ലമിനെ പോലുള്ളവർ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ഈ 2K കിഡിന്റെ ചിത്രങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പേർ അസ്ലമിനെ പ്രശംസിച്ചും അഭിനന്ദിച്ചും രംഗത്ത് വരുന്നുണ്ട്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.